ടാനിറ്റിയാസ് വേൾഡിൻ്റെ ഏറ്റവും പുതിയ ഫുഡ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ പാൽപ്പൊടി ഉപയോഗിച്ച് എങ്ങനെ തൈരുണ്ടാക്കാമെന്നാണ് പഠിച്ചത്. എന്നാൽ ഈ വ്ളോഗിൽ ആ തൈര് ഉപയോഗിച്ച് എങ്ങനെ പുളിശ്ശേരി ഉണ്ടാക്കാമെന്നാണ് പഠിക്കാൻ പോകുന്നത്. മോര് കാച്ചാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് 3 വെളുത്തുള്ളി, 2 കറിവേപ്പില, 1 കഷ്ണം ഇഞ്ചി, 2 ചെറുള്ളി, പിന്നെ 1 കപ്പ് തേങ്ങായും. ഈ തേങ്ങ ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ബൗളിലേക്ക് ഇടാം. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി, കറിവേപ്പില ഒന്ന് ചെറുതായി അരിഞ്ഞതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെറുതായി അരിയുന്നത് പെട്ടെന്നൊന്ന് അരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയാണ്. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം, പിന്നെ അരയ്ക്കാൻ ആവശ്യമായ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ അങ്ങ് അരയ്ക്കാം. ഇതുപോലെ നന്നായിട്ടങ്ങ് അരച്ചെടുക്കണം. അതിനുശേഷം ഒരു സ്റ്റീൽ പാത്രത്തിൽ അരിപ്പ വെച്ച് ഈ തേങ്ങാക്കൂട്ടിനെ നമുക്ക് നല്ലതുപോലെ അങ്ങ് അരിച്ചെടുക്കാം. ഇതിങ്ങനെ നല്ലതുപോലെ അരിച്ചതിന് ശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം പാൽപ്പൊടി കൊണ്ട് ഉണ്ടാക്കി വെച്ച തൈരില്ലേ, ആ തൈരെടുത്ത് നമുക്ക് ഈ മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചുടയ്ക്കണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം 2.5 കപ്പോളം തൈരാണ്. ഇത് വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെയാണ് അടിച്ചെടുക്കേണ്ടത്. ഞാനിപ്പോൾ തൈര് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം 1 മിനിറ്റോളം ഇതൊന്ന് അടിക്കണം. ഇനി ഈ തൈരിനെ ഈ തേങ്ങാക്കൂട്ടിലേക്ക് ഒന്ന് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 4 പച്ചമുളക് നടുവേ കീറിയിട്ടൊന്ന് കൊടുക്കാം. അതിലേക്ക് ഒരല്പം ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി ഈ കൂട്ടൊന്ന് അടുപ്പിൽ വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. നമ്മൾ ചൂടാക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഹൈ ഫ്ലെയിമിൽ ഒരു കാരണവശാലും വെക്കല്ലേ. എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ടായിരിക്കണം ഇത് നമ്മൾ ചൂടാക്കിയെടുക്കുന്നത്. നല്ലതുപോലെ ചൂടായതിന് ശേഷം ഈ കൂട്ടൊന്ന് വാങ്ങി വെക്കാം. അതിനുശേഷം ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കി ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഈ കടുക് ഒന്ന് പൊട്ടി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു 2-3 ചെറുള്ളി, 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഒന്ന് റെഡിയാക്കി വെക്കണം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുള്ളി ഇട്ട് നല്ലതുപോലെ അങ്ങ് മൂപ്പിച്ചെടുക്കണം. ചെറുള്ളി മൂത്ത് തുടങ്ങുമ്പോഴേക്കും നമുക്കതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും വറ്റൽ മുളകും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കടുക് ഉലത്തിയത് ഇനിയും മോരും കൂട്ടിലേക്ക് ചേർത്ത് നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കണം. നമ്മുടെ സ്വാദിഷ്ടമായ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ടിപ്പ് പറഞ്ഞു തരാം. ഇപ്പം നമ്മളെടുത്തിരിക്കുന്ന മോരിന് ഒരല്പം പുളി കൂടുതലാണെങ്കിൽ അതിലേക്ക് ഏകദേശം 1 ടീസ്പൂണോളം പഞ്ചസാരയൊന്നിട്ട് നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുത്താൽ മതി. ഇത് നമ്മുടെ മോരിൻ്റെ സ്വാദ് ഇരട്ടിപ്പിക്കും. ഇനി മറ്റൊരു വിഭവവുമായി വീണ്ടും കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം. ടാനിറ്റിയാസ് വേൾഡ്.